വെൽക്കം ബാക്ക് മൈ വ്യൂവേഴ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി ഗോപ്രോ വെച്ച് വീഡിയോസ് എടുത്തിട്ട്. അപ്പോൾ വേറൊന്നുമല്ല, ഇന്ന് പോകാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ട്രിവാൻഡ്രത്ത് അയ്യപ്പ വിലാസം എന്ന് പറയുന്ന ഒരു ട്രക്കിംഗ് സ്പോട്ടുണ്ട്. അപ്പം അവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുമങ്ങാടാണ്. അപ്പോൾ ഇതുവഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നെടുമങ്ങാട് നിന്നും പാലോട് പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു സ്ഥലത്തോട്ട് പോകണമെന്ന് വിചാരിച്ചതല്ല. എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലോട് റോഡ് പാലോട് പോകുന്ന വഴിക്കുള്ള റോഡ് അടിപൊളിയാണ്. അപ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് സെറ്റാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും നീ വണ്ടി ഓടിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, വണ്ടി ഓടിക്കാൻ കൊള്ളാമെന്ന് ഞാൻ ഉദ്ദേശിച്ചതിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ട് അടിപൊളി റൂട്ടാണ്. എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് റബ്ബർ തോട്ടവും നടുക്ക് റോഡും തണുപ്പൊക്കെയാണ് അത്യാവശ്യം. അത് എത്ര പേര് ട്രിവാൻഡ്രത്തുള്ളവർ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആ സ്ഥലത്ത് ആ റൂട്ട് സ്ഥലമല്ല, റൂട്ടാണ്. ആ റൂട്ട് പോയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നെടുമങ്ങാട് കഴിഞ്ഞ ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞ ഉടനെ ആയിരിക്കും ആ ഒരു റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവിടെ മുതൽ പാലോട് വരെ ആ ഒരു റൂട്ട് അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. നല്ല വളവും നമുക്ക് കോർണറൊക്കെ എടുത്തു പോകാൻ പറ്റിയ റോഡാണ്. നമുക്ക് അതിലേക്ക് പൊക്കഴിഞ്ഞാൽ പൊന്മുടിയിലോട്ട് പോവാം, പിന്നെ തെന്മലയിലോട്ട് പോവാം. അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തോട്ട് പോവാം. തമിഴ്നാട് കയറണമെങ്കിൽ തമിഴ്നാട് കയറാം. ഇത് വന്നിട്ട് ചെങ്കോട്ടൈ ഹൈവേ ആണ്. ഓക്കെ, ആക്ച്വലി എൻ്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, റോഡ് മാത്രം ഡ്രൈവ് ചെയ്യാനായിട്ട് വരണമെന്ന് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് രണ്ട് റൂട്ടാണ്. ഒന്ന് നമ്മുടെ നെടുമങ്ങാട് വന്നിട്ട് പാലോട് പോകുന്ന റൂട്ടും പിന്നെ പാലോട് നിന്ന് നേരെ കാട്ടാക്കട പോകുന്ന റൂട്ടുമാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് തപ്പിയപ്പോഴാണ്, കുറച്ച് അന്വേഷിച്ചപ്പോഴാണ്, തപ്പിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ കുറച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ കേസ് അറിയുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ഥലത്തിനെ പറ്റി A to Z കാര്യം അറിയാൻ പാടില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിനെ പറ്റി അറിയാമെങ്കിലും തന്നെ അവിടെ പോയിട്ടായിരിക്കും ഞാൻ എന്തെങ്കിലും ആ സ്ഥലത്തിൻ്റെ റിവ്യൂ പറയുന്നത്, ആ സ്ഥലം എങ്ങനെയുണ്ടെന്ന് അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ ഈ റൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളിലോട്ട് പോകും തോറും വീടുകളുടെ എണ്ണം കുറഞ്ഞു വരികയും കാട് കുറച്ച് കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ റൂട്ട് ഞാൻ വീഡിയോയ്ക്ക് അവസാനം ഇടാമെന്ന് കരുതുന്നു. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റൂട്ട് ചിലപ്പോൾ വ്യത്യാസം വരും. റൂട്ട് ചിലപ്പോൾ ഡിഫറെൻ്റ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ടായിരിക്കില്ല പോകുന്നത്, ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത്. അപ്പോൾ മേ ബി വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനമായിട്ടോ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി പോയില്ല എന്നുണ്ടെങ്കിൽ റബ്ബർ തോട്ടത്തിലോട്ട് പോകും എന്നാണ് ഒന്നാമത്തെ മെയിൻ കാര്യം. പിന്നെ രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോർണറാണ്, നോക്കിയൊക്കെ വരണം. KSRTC ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ വഴി എന്നുള്ള രീതിയിലാണ് അവർ വരുന്നത് ഈ വഴി കൂടെ. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ നോക്കി തന്നെ വരിക, അല്ലെങ്കിൽ ബസ്സിൻ്റെ കൂടെ കയറി പോകേണ്ടി വരും. അത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇവിടെ കോർണറാണ് മെയിൻ. അപ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് മാത്രമാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ പോകുന്ന സ്ഥലത്തിനെ പറ്റി ഒരു അറിവുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നത് എന്തായാലും കാട്ടാക്കട റൂട്ടായിരിക്കും. അതൊരു നല്ലൊരു റൂട്ടാണ്. അതും ഇതേപോലത്തെ ഒരു റൂട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ മണിയിപ്പോൾ 4:30 അപ്പോൾ അതിൻ്റേതായ ക്ലൈമറ്റ് വ്യത്യാസം കാണും. അതുപോലെ തന്നെ രാവിലെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇവിടെ കോടയൊക്കെ ഇറങ്ങി കിടക്കും. ലൈക്ക് റോഡിലൊക്കെ പകുതി ഇങ്ങനെ ഈ ഒരു ഹാഫ് രീതിയിൽ ഇറങ്ങി കിടക്കാറുണ്ട് മിക്കപ്പോഴും. അത് ചൂട് സമയമായാലും അങ്ങനെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് സൈഡ് കാടും ആ ഒരു റബ്ബർ തോട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോകുന്തോറും നമുക്ക് ഒരുപാട് മലകൾ കണ്ടു തുടങ്ങും. പൊന്മുടി മലയാണത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അത്യാവശ്യം ഇപ്പോൾ ഒരു തണുപ്പ് ഗ്ലൗസിനുള്ളിൽ കൂടെയും
ടീഷർട്ടിനുള്ളിൽ കൂടെയും കയറി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പെട്ടെന്നൊരു മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. പ്രത്യേകതയുടെ അയ്യര് കളിയാണ് ഈ വീഡിയോ. ഈ വീഡിയോയ്ക്ക് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ മൈലേജും നമ്മൾ ഈ ഒരു റൈഡിൽ എത്ര കിട്ടുന്നതെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം ഓഡോമീറ്റർ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്രോളും അടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു ഒരു 100 കിലോമീറ്റർ ഇന്ന് എന്തായാലും റൈഡ് കാണും. അപ്പോൾ മാക്സിമം കറക്റ്റായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വഴി. ഫുൾ ഫ്രീ ആണ്. ഇവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാലും, വീക്കെൻഡ് ആയാലും വീക്ക് ഓൺ ആണെങ്കിലും വീക്ക് ഓഫ് ആയാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. മീൻസ് വണ്ടി ഓടിക്കാൻ ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. വണ്ടി ഓടിക്കാൻ ഉദ്ദേശിച്ചത് എന്നാൽ നല്ല സ്ഥലമൊക്കെ കണ്ട് വണ്ടി ഓടിക്കാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വണ്ടി ലിഫ്റ്റൊക്കെ ചോദിക്കുന്നുണ്ട് പിള്ളേർ. അപ്പോൾ ഓൾറെഡി ഒരാൾ എൻ്റെ പിറകിലുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കോർണറുകളും അതും ഇതൊക്കെ വഴി പണിയാണ്. ചെറുതായിട്ട് പണിയൊക്കെ നടക്കുന്നുണ്ട് വഴി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ റോഡിൻ്റെ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കേരളം ഒരു ഫീലാണ്. കേരളത്തിനകവും ഒരു ഫീലാണ്. കേരളത്തിന് പുറത്തോട്ട് ഒറ്റ മിനിറ്റ് ഓഫ് റോഡ്. എനിക്ക് തോന്നുന്നു ഈ വഴി ഞാനൊരു 6 മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതേ ഒരു കേടുപാടുകൾ ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഒരു നല്ല ചായക്കട ഉണ്ടെങ്കിൽ നമുക്ക് ചായ കുടിക്കാം. നമുക്ക് നോക്കാം. പോകുന്ന വഴിക്ക് നല്ല ചായക്കട ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ചായ കുടിച്ച് ബാക്കി വണ്ടി ഓടിക്കാം. അപ്പോൾ കുറച്ചൊരു റെസ്റ്റ് കിട്ടും. ഇത് വലിയ റൈഡൊന്നുമല്ല, ചെറിയ റൈഡാണ്. എന്നാലും ആ ഒരു മൂഡ് കിട്ടാൻ വേണ്ടി നമുക്ക് ചായയൊക്കെ കുടിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പയ്യെ പോവുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആക്സിഡൻ്റ് ഏരിയയാണ്. ഞാൻ ഒരുപാട് നേരിട്ട് കണ്ടിട്ടുണ്ട് ആക്സിഡൻ്റൊക്കെ. ഇതൊക്കെയാണ് കോർണറുകൾ. മാക്സിമം കോർണറിലോട്ട് വരുമ്പോൾ നോക്കിയൊക്കെ വരിക. അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി പോയാലും അവർ നോക്കി വരത്തില്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്ക്. അപ്പോൾ നമ്മൾ മാക്സിമം നോക്കി പോവുക, നോക്കി വണ്ടി ഓടിക്കുക. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് തനിമൂടെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ റൂട്ടിൽ എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ വളരെ കുറച്ചേ എനിക്കറിയാവൂ. ഓക്കെ, ഒരു ചായക്കട ഉണ്ട്. പക്ഷേ ആ ഒരു ചായക്കടയ്ക്ക് ഒരു മൂഡില്ല, വീഡിയോ എടുക്കാനായിട്ട് പറ്റിയ ഒരു മൂഡില്ല. അപ്പോൾ നമുക്ക് വേറെ ചായക്കട നോക്കാം. സൂക്ഷിക്കണം എന്ന് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഈ ഒരു റൂട്ട് അത്യാവശ്യം നല്ല പ്രീമിയം പെട്രോൾ കിട്ടുന്നത് വളരെ കുറവാണ്. മീൻസ് പ്രീമിയം പെട്രോൾ എന്ന് പറയുമ്പോൾ നല്ല പെട്രോൾ, നല്ല ക്വാളിറ്റിയുള്ള പെട്രോൾ കിട്ടുന്നത് സാധ്യത കുറവാണ്. നാക്കൊക്കെ ഉടക്കുന്നുണ്ട്. സാധ്യത വളരെ കുറവാണ്. ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. ഉണ്ട്, 2-3 പെട്രോൾ പമ്പേ ഉള്ളൂ. അവിടെ നല്ലത് കിട്ടും. വേറെ പെട്രോൾ പമ്പ് ഉണ്ട്, പക്ഷേ അത് എത്രത്തോളം വിശ്വാസമായി നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഇതിന് ഉള്ളിലോട്ട് കയറുമ്പോൾ മാക്സിമം എല്ലാവരും പെട്രോൾ അടിച്ചിട്ട് വരാൻ നോക്കുക. അപ്പോൾ പാലോട് കാരറ്റ് റോഡാണ് മാപ്പിൽ കിടക്കുന്നത്. ആണ് നെക്സ്റ്റ് 4 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ആ റൂട്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ വേറെ സർവീസ്, ബസ് സർവീസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മാക്സിമം നമ്മൾ ഈ വളവ് വരുമ്പോൾ മാക്സിമം നോക്കി വരണം. അത് മാത്രമേ ഉള്ളൂ പറയാൻ. നല്ല ഇഷ്ടംപോലെ വളവുകളുണ്ട്. അപ്പോൾ അത് നോക്കി വരണം. നോക്കി വന്നില്ല എന്നുണ്ടെങ്കിൽ
അപകട സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നന്ദിയോട് ഞാനിത് സ്ഥലം റീസെർച്ച് ചെയ്തപ്പോൾ നന്ദിയോട് നമ്മൾ സ്ഥലം കണ്ടായിരുന്നു. ഈ സ്ഥലം എനിക്കറിയാം. ഈ സ്ഥലം കഴിഞ്ഞിട്ട് എന്തോ ആണ് ലെഫ്റ്റിലോട്ട് തിരിയേണ്ടത്. ഇവിടെ ഒരുപാട് ബസ് സർവീസ് ഉണ്ട്, പ്രൈവറ്റും KSRTC ഉണ്ട്. പ്രൈവറ്റാണെന്ന് തോന്നുന്നു ഈ ഒരു സ്ഥലത്ത് കൂടുതൽ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം നന്ദിയോടാണ്. ചേട്ടൻ സംസാരിച്ചൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. അടിപൊളി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഒരുപാട് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂളും കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ ഒരുപാട് പഴയ സ്കൂളുകളുണ്ട്. കാണാൻ പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴത്തെ ഒരുപാട് സ്കൂളൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത്. പഴയ സ്കൂൾ കാണാൻ ഫ്രെയിം അടിപൊളിയായിട്ടുള്ള ആ ഒരു സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ. നിർത്തി. അപ്പോൾ ഇനി ഇതാണ് ചായക്കട. അപ്പോൾ ഇനി ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി ഓടിക്കാം. എങ്ങനെയുണ്ട് ഇവിടെ വരെയുള്ള ഒരു യാത്ര? എങ്ങനെയുണ്ട്? ക്ഷീണം വല്ലതുണ്ടോ? തന്നെ ചായ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇനി വരേണ്ട ആവശ്യമില്ല. നമുക്ക് പാലോട് എത്തുന്നതിന് മുന്നെയാണ് കേരറ്റ് പോകുന്ന റോഡാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ റൂട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത്യാവശ്യം നല്ലൊരു റൂട്ടാണ്. രണ്ട് സൈഡിൽ കാടുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഒരിത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു കോട്ടയം, നമ്മുടെ കുട്ടിക്കാനം ആ ഒരു റൂട്ടിൻ്റെ കാര്യം ഓർമ്മ വരുന്നു ഈ റൂട്ട് കയറിയപ്പോൾ. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 1.1 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഈ സ്ഥലത്തിനെ പറ്റി A to Z കാര്യം അറിയത്തില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോയെന്നും അറിയത്തില്ല. ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചാണ് വന്നത്. അപ്പോൾ നോക്കാം എന്താണെന്ന്. ഓക്കെ, 850 മീറ്റർ നോക്കാം. ചായ കൊള്ളായിരുന്നു. ചായ കടിയൊക്കെ അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ വണ്ടി ഓടിച്ചതിൻ്റെ ക്ഷീണമൊന്നുമില്ല ഇതുവരെയായിട്ടും. നല്ല കൂൾ മൈൻഡായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസൊക്കെ ഇരിപ്പുണ്ട് അവിടെ. ഫോറസ്റ്റ് ഏരിയ ആണെന്ന് മനസ്സിലായി. അത്യാവശ്യം ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. അവിടെ പോയിട്ട് നോക്കാം എന്താണെന്ന്. ഈ ഒരു സൈഡിൽ ഫുള്ള് റബ്ബർ തോട്ടമാണ്. ഫുൾ റബ്ബർ തോട്ടത്തിൻ്റെ മരമാണ് നിൽക്കുന്നത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഡിസീസ്. അനിമൽ ഡിസീസിൻ്റെ ഓഫീസാണ്, സെൻ്ററാണ്. അനിമൽ ഡിസീസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സെൻ്ററാണത്. അയ്യോ, തെറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഏതൊരു വഴി കയറിയിട്ടുണ്ട്. ഇത് ഏത് വഴിയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഗൂഗിൾ മാപ്പ് കാണിച്ചിരുന്ന വഴിയാണ്, പക്ഷേ ഇതിൽ വേറെ റൂട്ടൊന്നും കാണിക്കുന്നില്ല. നമുക്ക് നോക്കാം. വേണ്ട വീടാണെന്ന് തോന്നുന്നല്ലേ? വീടാണെന്ന് തോന്നുന്നല്ലേ? ഞാൻ നോക്കിയിട്ട് കേട്ടോ ജസ്റ്റ്.
താഴെ റോഡുണ്ടോ? റോഡുണ്ട്, നോക്കിട്ട് വാ, കയറ്. നോക്കാം. ലൊക്കേഷൻ ഇവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് യൂട്ടേണൊക്കെ എടുക്കാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വേറെ സ്ഥലങ്ങളായിട്ട് അങ്ങനെ ഒന്നുമില്ല. നോക്കാം. ഇത് വീട്ടിനകത്താണല്ലോ, ഇവിടെ വേറെ വഴിയൊന്നുമില്ല. ഉണ്ടോ, താഴോട്ടൊരു വഴി കിടപ്പുണ്ട്, അവിടെ പോയി നോക്കാം. ഫുൾ ഓഫ് റോഡ് സെഷൻ. ഫുൾ കാറ്റിനകത്തോടെയുള്ള വഴിയാണ്. വഴിയുണ്ട്, പക്ഷെ അത് വീട്ടിലുള്ള വഴിയാണ്. അതോ അവിടെ ആ വീട്ടിൽ പോകാനുള്ള വഴിയാണെന്നാണ് തോന്നണം കണ്ടിട്ട്. ഏതാ വീട്ടിൽ തന്നെ വീട്ടിൽ പോകാനുള്ള വഴി. വീട്ടിൽ പോകാനുള്ള വഴിയാണെന്ന്. ആ ചേച്ചിയുടെ ചോദിച്ചു നോക്ക് സ്ഥലം എവിടെയാണെന്ന്. ആ സ്ഥലത്തിൻ്റെ പേരൊന്നുകൂടെ ചോദിച്ചു നോക്കാ. വന്ന് കയറിയത് പറമ്പിലല്ല, ഒരു വീട്ടിൻ്റെ പറമ്പിലാണ്. അപ്പോൾ തിരിച്ചു പോവുകയാണ്. നോക്കാം എന്തായാലും. ഫോൺ കയ്യിലിരിപ്പുണ്ടല്ലോ, ഫോണ്. അപ്പോൾ ഇതാണ് സീന്. അപ്പോൾ എന്തായാലും ആ ചേച്ചി വഴി പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് ആ വഴിയിലോട്ട് പോവാം. അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നഷ്ടമൊന്നുമില്ല. എന്തായാലും അത്യാവശ്യം നല്ലൊരു വഴിയാണ്. ഈ വഴി നമുക്ക് സൂക്ഷിച്ചിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. നല്ല ചരളുണ്ട്. അപ്പോൾ വണ്ടി സ്കിഡാവാനായിട്ട് തെന്നാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. നോക്കിപ്പോയില്ല എന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ഈ ലൊക്കേഷനിലോട്ട് വരരുത്. കറക്റ്റ് റൂട്ട് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാം. എങ്ങനെയാണ് എത്തിയിട്ട് നോക്കിയിട്ട് എത്തിയതിന് ശേഷം നോക്കിയിട്ട് കാണിക്കാം. അപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന താഴോട്ടുള്ള ഒരു വഴി എന്നാണ് പറഞ്ഞത്. ഇതോ കിടക്കുന്ന ആ വഴി എന്നാണ്. ഇതല്ലേ വഴി? അപ്പോൾ ഇതെന്നാണ് പറഞ്ഞത് വഴി. അപ്പോൾ ഫുൾ ഓഫ് റോഡിൻ്റെ അയ്യര് കളിയാണ്. അപ്പോൾ ഇത് നേരെയല്ലേ? അപ്പോൾ ഈ റോഡ് എങ്ങോട്ടാണ്? താഴോട്ട് വഴിയില്ലല്ലോ. അപ്പോൾ ഈ വഴി എങ്ങോട്ടാണ് പോണേ നോക്കാം. ഇതും വീട്ടിലായിരിക്കുമോ പോയി നിൽക്കുന്നത്? കാത്തിരുന്ന് കാണാം. വീട്ടിലെല്ലാം തോന്നുന്നു. നേരെ പോകുന്നുണ്ട് വഴി നേരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം. അത്യാവശ്യം സെറ്റ് വഴി എന്ന് തന്നെ പറയാം. കിട്ടില്ല വഴി, വേറെ മൂടാണ്. അപ്പോൾ ഇതും പറമ്പിലായിരിക്കുമോ പോയി നിൽക്കുന്നത്? അല്ല, വഴിയുണ്ട്. അപ്പോൾ ഓഫ് റോഡാണ്. നോക്കാം. വഴി തീർന്നെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് താഴോട്ടൊരു വഴി കിടപ്പുണ്ട്, മുകളിലോട്ടൊരു വഴി കിടപ്പുണ്ട്. ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? അയ്യപ്പ വിലാസ് ഇതാ. താഴോട്ടാണ് പക്ഷെ വഴി കിടക്കണത്. നേരെ വഴി നോക്കാം. അപ്പോൾ ഫുള്ള് ഓഫ് റോഡാണ്. ഇവിടെ വഴി ഉണ്ടോ എന്ന് അറിയത്തില്ല, നോക്കാം. കാട്ടിനകത്തോട്ടാണ് പോകുന്നത്. അമ്പോ, എവിടെയാണ്? താഴോട്ട് വീടാണെന്ന് തോന്നുന്നു, കാടാണെന്ന് തോന്നുന്നത്. ചോദിച്ചു അങ്ങേര് നിൽക്കുന്നത്, പുള്ളിക്കാരനെ ചോദിച്ചു.
താഴെ പോയാൽ അവിടെ എൻഡിങ് ആണ്, മേളിൽ പോയാലും അവിടെയാണ് എൻഡിങ്, അവിടെയാണ് എൻഡിങ്. ഓക്കെ. ഫോട്ടോ എടുക്കാൻ കൊള്ളാം, വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും, റൈഡേഴ്സ് ഇഷ്ടപ്പെടും. ഓഫ് റോഡ് ഉള്ളതുകൊണ്ട്. ഓക്കെ. ഇപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പ വിലാസം എന്ന് പറയുന്നത് ഒരു വീടെന്നാണ് പറഞ്ഞത് ഈ അപ്പൂപ്പൻ. അപ്പോൾ ആ വീട് ഞാൻ കാണിച്ചു തരാം. ആ അപ്പൂപ്പൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നീ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് കാട്ടാക്കട ആ റോഡിലോട്ടാണ്. കാട്ടാക്കട പോകുന്ന വഴിക്കുള്ള റോഡിലോട്ടാണ്. ഇത് അത്യാവശ്യം നല്ല കാടാണ്. ഈ സ്ഥലത്ത് വരാൻ വേണ്ടി ആരെയും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അത്യാവശ്യം വീടൊക്കെയുള്ള ഏരിയ ആണ്. അതേപോലെ തന്നെ വേറെ കാണാനായിട്ടൊന്നുമില്ല. അപ്പോൾ അയ്യപ്പ വിലാസം എന്ന് പറയുന്ന വീട് പുള്ളിക്കാരൻ പറഞ്ഞത് ഈ വീടെന്നാണ് പറഞ്ഞത്, ഈ കാണുന്ന വീടെന്നാണ് പറഞ്ഞത് അയ്യപ്പ വിലാസം. ഈ കാണുന്ന ഇതിൽ ഏതോ ഒരു വീടെന്നാണ് പറഞ്ഞത്, ഏത് വീടാണെന്ന് അറിയത്തില്ല. അപ്പോൾ അതെന്തോ ആവട്ടെ, എനിക്ക് ഈ വീഡിയോയിൽ ഈ വീഡിയോയിൽ ആ ഫ്രണ്ടിലത്തെ വീടാണല്ലേ, ഈ ഫ്രണ്ടിലത്തെ വീടെന്നാണ് പറഞ്ഞത് അയ്യപ്പ വിലാസം. അപ്പോൾ എനിക്ക് ഈ സ്ഥലത്തിനോട് വലിയ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ നടന്നു. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം കാട്ടാക്കട പോകുന്ന റൂട്ടാണ്. മീൻസ് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നും കാട്ടാക്കട പോകുന്ന വഴിക്ക്, മീൻസ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പാലോട് നിന്നും കാട്ടാക്കട പോകുന്ന വഴി, അങ്ങനെ റൂട്ടിലിട്ടാൽ മതി ഗൂഗിൾ മാപ്പിൽ. പാലോട് നിന്നും കാട്ടാക്കട പോകുന്ന വഴി എന്നാണ് കറക്റ്റ് ഇതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 33 കിലോമീറ്ററാണ്. ആ 33 കിലോമീറ്ററിലെ റോഡിൻ്റെ ആ ഒരു ഫോറസ്റ്റ് ഏരിയ എന്നാണ് പറയാം. നല്ലൊരു ഫോറസ്റ്റ് ഏരിയയാണ്. പിന്നെ ഇനി ബാക്കി അത് കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വന്ന സ്ഥലത്തിൻ്റെ വലിയ പ്രതീക്ഷയില്ലായിരുന്നു. ഇനി ആ സ്ഥലം എന്തായാലും റോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, വണ്ടി ഓടിക്കാനായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ളൊരു റോഡാണ്. നല്ലൊരു റോഡാണ് അത്. അതിനെന്തായാലും എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ കണ്ടൻറ്റൊന്നും ക്രിയേറ്റ് ചെയ്തല്ല വീഡിയോ ഇടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടൻറ്റ് ആവുന്നതാണ്. കണ്ടൻറ്റ് എങ്ങനെ ഞാൻ നേരത്തെ കൂട്ടിയൊന്നും തീരുമാനിക്കാറില്ല. മാക്സിമം ഇവിടെ വന്ന് കണ്ടൻറ്റ് ആവുന്നതേ ഉള്ളൂ, അല്ലാതെ കണ്ടൻറ്റായിട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ബാക്കി എന്താണെന്ന് നോക്കാം. നമുക്കിനി റോഡിലോട്ട് കയറിയതിന് ശേഷം നോക്കാം. ആ റോഡിലോട്ട് വന്നതിന് ശേഷം ഞാൻ ക്യാമറ ഓണാക്കാം. ഓക്കെ, ബൈ. കാട്ടാക്കട ആ ഭാഗത്തോട്ട് പോകുന്ന ആ ഒരു റൂട്ട് കയറിയിട്ടുണ്ട്, പാലോട് കാട്ടാക്കട പോകുന്ന റൂട്ട്. അപ്പോൾ ആ റൂട്ട് കയറി ജസ്റ്റ് ഒന്ന് കയറിയതേ ഉള്ളൂ. ഒരു 1 കിലോമീറ്റർ വഴി ഭയങ്കര മോശമായിരുന്നു. ഇപ്പോൾ നല്ല റോഡ് കിട്ടി. അപ്പോൾ ചെറിയ വഴിയാണ്, കുഞ്ഞു വഴിയാണ്, വലിയ വഴിയൊന്നുമല്ല, ചെറിയ വഴിയാണ്. അപ്പോൾ ഫുള്ള് ചെറിയ കുഞ്ഞു വീടുകളും ഇതുപോലത്തെ ഇവിടെ പ്രധാനമായിട്ട് ഈ നെടുമങ്ങാട് ഈ ഭാഗത്തൊക്കെ ഒരുപാട് റബ്ബർ തോട്ടമുണ്ട്. ഇവിടെ നിന്നാണ് റബ്ബർ കൃഷി നടത്തുന്നത്. ഇവിടെ ഒരുപാട് റബ്ബർ തോട്ടമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫുൾ റബ്ബർ തോട്ടമാണ്. ഇവിടെ ഒരുപാട് അതേപോലെ ഹിഡൻ പ്ലേസസ് ഉണ്ട്. ഞാൻ 2-3 ഹിഡൻ പ്ലേസസിൻ്റെ പേരെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും അവിടെയൊക്കെ കവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു റൂട്ട്. ഈ റൂട്ട് ചെന്ന് കയറുന്ന ഒരു ക്രൗഡ് കുറഞ്ഞ ഒരു ഹൈവേയിലോട്ടാണ്. അപ്പോൾ ആ ഒരു ഹൈവേ നൈസാണ്. അത് പുതിയൊരു റോഡാണ്, പക്ഷെ നല്ലൊരു പുതിയതല്ല, ഒരു കുറച്ച് പഴക്കമുള്ള റോഡാണ്. ഇച്ചിരി പഴക്കമുള്ളതാണ്, ഭയങ്കര പഴക്കമല്ല, കുറച്ച് പഴക്കമുള്ള റോഡാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫുള്ള് റബ്ബർ തോട്ടമാണ്. റബ്ബറിൻ്റെ അയ്യേരി കളിയാണ്, റബ്ബർ തോട്ടത്തിൻ്റെ അയ്യേരി കളി എന്ന് വേണമെങ്കിൽ പറയാം. GPS കറക്റ്റ്, ഓക്കെ, കറക്റ്റാണ്, GPS കറക്റ്റാണ്. കുന്നത്തുമല അകമ്പടി. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കുന്നത്തുമലയാണ്, ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ എനിക്ക് സ്ഥലത്തിൻ്റെ പേര് അറിയത്തില്ല. ഇവിടെ ഒരിക്കലും വന്നിട്ടുള്ളൂ, ഒറ്റ പ്രാവശ്യമേ ഈ റൂട്ടിനെ വന്നിട്ടുള്ളൂ. അതൊരു 3 വർഷം മുന്നെയാണ്. അപ്പോൾ റോഡ് ഇങ്ങനെ അല്ലായിരുന്നു, എണ്ണം കുഞ്ഞ്. അപ്പോൾ 3 വർഷം മുന്നേ വന്നതാണ്. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പൊന്മുടിയും, റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കാട്ടാക്കട റൂട്ടുമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ റൂട്ട്. അപ്പോൾ ഇനി ഈ റൂട്ടിലെ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ബിൻസാദ് വണ്ടി ഓടിക്കുന്നു.
അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഒരു വീഡിയോ നമ്മുടെ വലിയ കണ്ടൻറ്റൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. മീൻസ് വഴി മാത്രം, മീൻസ് റോഡ്, വണ്ടി, ബൈക്ക് ഓടിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള ഒരു റൂട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞ ഈ 2 റൂട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ചെയ്യുന്നത് ഒന്ന്, ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ കാണാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നവർക്കും, 2 വീഡിയോസ് കാണുന്നവർക്കും, 3 എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇതേപോലത്തെ റോഡ് കണ്ട് വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ കാണാം, അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ പ്രത്യേകത. ഇതൊരു ഫോറസ്റ്റ് റേഞ്ചാണ്, ഈ ഒരു ഗ്യാപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ റൂട്ട് എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം. നല്ലൊരു റൂട്ടാണ്. എല്ലാവരും നല്ല വണ്ടി ഓടിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം, ബൈക്കൊക്കെ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം ട്രൈ ചെയ്യുക. അത്യാവശ്യം വണ്ടി കോർണർ എടുത്ത് വരാനും നല്ല രസമാണ്. വണ്ടി നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കാമെന്നുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ ഈ പഞ്ചായത്ത്, പഴയ ചായക്കട, ഇതൊക്കെ കണ്ട് നമുക്ക് വണ്ടി ഓടിക്കാം. ഇവിടെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഈ റൂട്ടിൽ. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ കാണാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു റൂട്ട് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഫുൾ കോർണറാണ്, കംപ്ലീറ്റ് ഇവിടെ ഈ ടൈപ്പ് ഒരു റോഡാണ്. ഇതാണ് ഈ റൂട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ എനിക്കിത് മാത്രമേ പറയാവുള്ളൂ. ഈ റോഡിനെ സ്നേഹിക്കുന്നവർക്ക്, വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലത്തെ റോഡ് ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. തേൻകൂടാണ് മുമ്പും. അപ്പോൾ ഈ ചിലവരുണ്ട്, എന്നെപ്പോലെയാണെന്ന് ഞാൻ പറയത്തില്ല, എന്നെപ്പോലെ ഉള്ളവരുണ്ട്, റോഡിനെ മാത്രം വണ്ടി ഓടിക്കാനായിട്ട് റോഡ് ഇഷ്ടമുള്ളവർ. ചില റോഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക്. അപ്പോൾ അതുപോലത്തെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു റോഡെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു റോഡാണിത്. ബൈക്കുകാർക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയ ഒരു റോഡ്. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇതാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾ കണ്ടതൊക്കെ തന്നെയാണ് വിശേഷം, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, എപ്പോഴും നല്ല വല്ലപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടണം. എന്തെങ്കിലും മാറ്റണമെങ്കിലോ എന്തെങ്കിലും ലൈക്ക് വീഡിയോയ്ക്ക് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താലേ കൊള്ളാവും, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കണം, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കണം എന്നുള്ള ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കൂ. അപ്പോഴത്തേക്കും ഞാൻ വരാം. ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ബൈ. അപ്പോൾ